ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. വലിയ അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. സോ അതിന് മുന്നേറ്റ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. ഓക്കെ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം എന്ന് പറയാൻ പറ്റില്ല, കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു മാസത്തിന് മേലെയായിട്ട് എൻ്റെ ലൈഫിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നല്ലതല്ലാത്ത സമയമാണ് ഇപ്പോൾ എനിക്ക് കറൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കണ്ടക ശനി എന്നൊക്കെ പറയില്ലേ, അതുപോലെ എങ്ങനെ ചെയ്താലും എന്ത് ചെയ്താലും അങ്ങോട്ട് മെന പിടിക്കുന്നില്ല, അല്ലെങ്കിൽ പച്ച പിടിക്കുന്നില്ല. എന്ത് ചെയ്താലും അത് ലാസ്റ്റ് 8 16 പണിയിലേക്കാണ് അത് എത്തി നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ എന്ത് ചെയ്താലും ഒന്നും അങ്ങോട്ടൊരു എന്താ പറയുക, നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടാത്ത പോലെ. അങ്ങനെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു സന്തോഷമില്ല. അതായത് കോൺസ്റ്റൻ്റ്ലി നമ്മളിങ്ങനെ നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യുക, കോൺഫിഡൻസ് ലെവലൊക്കെ കുറഞ്ഞു വരിക. അങ്ങനെ ഡിപ്രഷനൊന്നും അല്ല കേട്ടോ, ബട്ട് നമുക്കറിയാലോ നമ്മുടെ ലൈഫ് ഇപ്പം കടന്നു പോകുന്ന ഒരു സ്റ്റേജും നല്ലതല്ലാത്ത സമയമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കുറേ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ. അപ്പം ആക്ച്വലി ഇതിനെങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. കാര്യം എനിക്ക് നല്ല പൊതുവേ നമുക്കിങ്ങനെ ഇങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അതിനെ മാനേജ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും അല്ലേ. എനിക്ക് ബേസിക്കലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനിതൊന്ന് ഓക്കെ ആയി വരാനായിട്ട് കുറച്ചധികം ടൈം എടുക്കും. സോ എന്നെപ്പോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒന്നും ശരിയാവുന്നില്ല, ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ആര് കാണാനാ, അല്ലെങ്കിൽ ആരെ കാണിക്കാനാ എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടില്ല. ഇങ്ങനെ വീഡിയോ ഒന്നും ഇടാതെ ഞാൻ ഭയങ്കര ലേസി ആയിട്ടിരിക്കും. ഓൾറെഡി ലേസി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. സോ ഇപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു മോശം സമയം ഉണ്ടായി, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കണ്ട എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ വീഡിയോ എടുക്കലുണ്ടാവില്ല, യൂട്യൂബിൽ അത് പോസ്റ്റ് ചെയ്യാനും ലാഗാവും. സോ നമുക്കൊരു ഗ്യാപ്പ് വരും. അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ എന്നെ തന്നെ വളരെ കഷ്ടപ്പെട്ട് വീഡിയോൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിരുത്തി ഒരു വീഡിയോ എടുത്തത് ഒന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ കഷ്ടപ്പെട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണത്. എൻജോയ് ചെയ്യുന്ന ഇൻ ദ സെൻസ് എനിക്കിത് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, വർക്ക് പ്രഷർ അങ്ങനെയൊന്നും വരുന്നില്ല. മോറോവർ എൻ്റെ ഉള്ളിലുള്ള ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ ഞാൻ മറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കണം തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗോ ഫോർ ഇറ്റ്. നിങ്ങൾ എന്തായാലും ബ്രേക്ക് എടുക്കണം. അപ്പോൾ അതിനൊന്നും ഞാനിവിടെ എതിരല്ല. പക്ഷേ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാൻ തോന്നാതെ നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ. സോ അത്തരത്തിൽ ആ പ്രശ്നത്തെ എങ്ങനെയെങ്കിലും ഒന്ന് മറികടക്കാനായിട്ട് നോക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കുമായിരിക്കും. എനിക്കത് ചെറിയ രീതിയിലൊക്കെ തന്നെ ഫേവർ ചെയ്യാറുണ്ട്. ഇതുപോലെ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ. കാര്യം നമുക്കറിയാം, ഇത് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന തന്നെയാണെങ്കിൽ നമ്മുടെ ഒരു അധ്വാനം അതിലുണ്ട്, നമ്മുടെ ഒരു ഹാർഡ് വർക്ക് അതിലുണ്ട്. ആൾക്കാർ എന്തൊക്കെ പറയുകയാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ടൈം കൺസ്യൂമിങ് ആണ്, ഹാർഡ് വർക്ക് കൺസ്യൂമിങ് ആണ്. സോ ആൾക്കാർ പലതും പറയാം, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഒരു വിഷമം, സങ്കടം, ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും ആ വിഷമിച്ച് സങ്കടപ്പെട്ട് ഭയങ്കര അതിലിങ്ങനെ ഇമേഴ്സ്ഡ് ആയിട്ട് ഇരിക്കുന്നതിനേക്കാട്ടിലും ബെറ്റർ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടമുള്ള കംഫർട്ടായിട്ട് നിങ്ങൾക്ക് സമാധാനം തരുന്ന, ഇഷ്ടമില്ലാത്തതിനേക്കാട്ടിലും കൂടുതൽ ഇഷ്ടമുള്ളതിനേക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് എന്താണോ സമാധാനം തരുന്നത്, കംഫർട്ടായിട്ടുള്ള കാര്യം എന്താണോ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് പെയിൻറ്റിങ് ആയിരിക്കാം, പാട്ട് പാടുന്നതായിരിക്കാം, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതായിരിക്കാം, അങ്ങനെ പലതും ആയിരിക്കാം. ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് ഒക്കെ ചേഞ്ച് ആവുമല്ലോ. സോ നിങ്ങൾക്ക് എന്താണോ സമാധാനം തരുന്നത് അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഞാനിപ്പം ഈ ഒരു ഫേസ് എങ്ങനെ കടന്നു പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ഗോയിങ് വിത്തിൻ ദ ഫ്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആൻഡ് വലിയ കുഴപ്പമില്ലാതൊക്കെ ഇങ്ങനെ പോകുന്നു. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്നതൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു വീഡിയോ പോലെ എടുക്കുന്നത്. മനസ്സ് വളരെ
എന്താ പറയുക, ആകുലതപ്പെട്ടിരിക്കുന്നതാണ്. എന്തൊക്കെയോ ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. യുനോ ഇപ്പം അത് ഇങ്ങനത്തെ ഫേസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. എന്തെങ്കിലും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഡോണ്ട് വറി, ഈ സമയം മാറും, നല്ല സമയം വരും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഒരിക്കലും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പ്രതീക്ഷ കൈവിടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ കുട്ടി വീഡിയോ നിർത്തുന്നു. ടാറ്റാ, ബൈ.